നല്ല തണുപ്പ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ കേരളത്തിലെ പറുദീസ എന്ന് പറയാവുന്ന ഒരു സ്ഥലത്ത്, വാഗമൺ. ഹോളിയുടെ വാഗമണിൻ്റെ ഒരു പ്രസൻസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മലനാട് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ്. തിരുവല്ലയിലെ സെൻറ്റ് ജോൺസ് കത്തീഡ്രൽ ഹാളിലാണ്. MG സോമൻ ഫൗണ്ടേഷൻ്റെ അമച്വർ നാടക മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. MG സോമൻ ഫൗണ്ടേഷൻ അമച്വർ നാടക മത്സരം. കേരളക്കരയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായി ഒരു ചെറിയ ഗ്രാമമുണ്ട്, കുടക്. മനോഹാരിത കളിയാടുന്ന നാട്. അങ്ങിങ്ങായി തലയെടുത്ത് നിൽക്കുന്ന കുടക് മലകൾ. അവിടെയായി വിശാലമായ ഏലത്തോട്ടങ്ങൾ. ദക്ഷിണ ഭാരത നാട്ടിൽ കുടകൊരു യക്ഷി മഹാസാമ്രാജ്യം പോൽ. ഈ ഹോസ്പിറ്റലിൽ തല്ലി പൊളിക്കാന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, ഈ മനുഷ്യർക്ക് പ്രാന്താണോ? ഒരു ഹോസ്പിറ്റലൊക്കെ തല്ലി പൊളിക്കാന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് മനുഷ്യർ ഇങ്ങനെ ചെയ്തു പോണത്. എനിക്ക് എൻ്റെ പിന്നിൽ ആരുമില്ല, കരയാനേ എനിക്ക് നിവൃത്തിയുള്ളൂ. എന്താ സംഭവിക്കണേന്ന് അവനും അറിയണില്ല. തിയേറ്ററിൽ നിന്ന് കൊണ്ടുവന്നു, എന്താണെന്ന് അനസ്തേഷ്യയുടെ ഇത് മാറിയിട്ടില്ല പാവം. മലനാട് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കടാമ്പുഴ എന്ന സ്ഥലത്താണ്. എന്തിനാണ് മലനാട് ടിവി ഇവിടെ എത്തിയിരിക്കുന്നത്? ശരിക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. പാവപ്പെട്ടവരായിട്ടുള്ള 11 പേർക്ക് ഇന്ന് വീട് വെച്ച് നൽകുകയാണ്. ആശ്രിത മന്ദിരങ്ങളുടെ താക്കോൽദാന കർമ്മമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപൂർവം ചില ആളുകളിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണഫലമാണ്. ഹജ്ജിന് പോകണ അനിയന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച്, ഏട്ടന്മാരോടൊക്കെ യാത്ര പറഞ്ഞോ? ഏട്ടന്മാരോട് പറഞ്ഞു. അവരോട് സംസാരിക്കുന്ന പരിപാടിയില്ല. അങ്ങനെ ഹജ്ജിന് പോകേണ്ട ആവശ്യമില്ല. അവരോട് പോലും പൊരുത്തപ്പെടിക്കാതെയാണ് സ്വത്ത് തർക്കത്തിൻ്റെ കാരണത്താൽ ആ ഹജ്ജിന് ആ അനിയൻകുട്ടി പോയി യാത്ര തിരിച്ചു. അപ്പോൾ ഇവിടെ ആ രക്ഷിതാക്കൾ എന്താ സമ്പാദിച്ചത്? മക്കളെ തമ്മിൽ തല്ലാൻ വേണ്ടിയിട്ട് തല്ലാനും കൊല്ലാനും പരസ്പരം കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടാനുള്ള സ്വത്തുണ്ടാക്കി കൊടുത്താണോ ആ രക്ഷിതാക്കൾ ചെയ്ത കാരുണ്യ പ്രവർത്തനം? ഇങ്ങനെയുള്ള എല്ലാ വിഭാഗം ആളുകളും ഉൾക്കൊള്ളുന്ന സമൂഹത്തെ ഒന്നിച്ചാണ് ജനങ്ങളെ എന്ന് വേദഗ്രന്ഥങ്ങൾ നമ്മോട് അഭിവാദ്യം ചെയ്തത്. തിരിച്ചറിവ് നമുക്ക് വരുന്നില്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ അകലുന്നത്? നമ്മൾ സംസാരിച്ച് വകവേദം നടത്തി പിരിയുന്നത് എന്തിനാണ്? നാം മനുഷ്യരാണ് എന്ന ബോധത്തോടുകൂടി ഒന്നിച്ച് നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ചെറിയ ചെറിയ ഒബ്സ്റ്റക്കിൾസ് എല്ലാം വരും. അതെല്ലാം സ്വാഭാവികമാണ്. ലോങ് കിട്ടാൻ ചിലപ്പോൾ വൈകും, അല്ല ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരും. നമ്മൾക്ക് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് വേയിൽ തന്നെ നടക്കണം എന്നില്ല. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, പ്ലാൻ A ഇടുമ്പോൾ തന്നെ നമ്മൾ പ്ലാൻ B കൂടെ ഇടണം. കാരണം ചിലപ്പോൾ പ്ലാൻ A സക്സസ് ആവണമെന്നില്ല, പക്ഷെ നമ്മൾ പ്ലാൻ B നമ്മൾ മനസ്സിൽ കണ്ടിരിക്കണം. ഇതല്ലേ അടുത്തത് നമ്മൾ വിജയിപ്പിച്ചിരിക്കും. You are watching India's first NGO television, Malanad TV India.